സിക്സ്ത് സം അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 2 കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക് സെൻസിബിലിറ്റി ഓൺ IQI ആണ്. IQI എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് തന്നെ ഫിലിംസിൽ നമുക്ക് ഡിജിറ്റൽ സെൻസേഴ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അത് അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ പാരാമീറ്റേഴ്സ് മെയിനായിട്ട് അതിൽ കമ്പൈൻ ചെയ്യുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷനെയും കോൺട്രാസ്റ്റ് റെസൊല്യൂഷനെയാണ്. അപ്പോൾ നമ്മുടെ IQIൻ്റെ ഹോൾസിലൊക്കെ എന്തിൻ്റെ ഹോൾസ് അല്ലെങ്കിൽ വയേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് എന്ത് ചെയ്യും, നമ്മുടെ തിക്നെസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ തിക്നെസ്സിനെ ഡിക്രീസ് ചെയ്യും. പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് അത് ഡിക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ചെറിയ വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അതും നല്ല റെസൊല്യൂഷനോട് കൂടി നല്ല കോൺട്രാസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഒരു ഇൻകൺവീനിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും റെഡ്യൂസ് ചെയ്യാൻ, അതായത് സെൻസിബിലിറ്റി എന്തായിരിക്കും, സഫീഷ്യൻ്റ് ആയിരിക്കും, അത്ര സെൻസിബിൾ ആയിട്ടായിരിക്കില്ല അത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ അവിടെ ഇല്ല അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൻസിബിലിറ്റി IQIൻ്റെ വളരെ കുറവായിരിക്കും. ഇനി അർജൻറ്റിക് ഫിലിം റേഡിയോഗ്രഫിയിലാണെന്നുണ്ടെങ്കിൽ സെൻസിബിലിറ്റി നമുക്ക് വിഷ്വലായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ റേഡിയോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ CNRും കൂടി വേണം, വയറിൻ്റെയോ ഹോളിൻ്റെയോ കൂടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, CNRൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് IQI കൺസിഡർ ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്ടറിൻ്റെ കഴിവാണ്, അബിലിറ്റിയാണ്. എന്തിനു വേണ്ടി, പല ആംപ്ലിറ്റ്യൂഡ്സ് ഉള്ള സ്ഥലത്ത് നിന്നും വരുന്ന സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള കഴിവാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു ഇലുമിനേഷൻ, ഡിറ്റക്ടറിന് ഇലുമിനേഷൻ കൊണ്ടുവരാനായിട്ട് ഇതോടുകൂടി സാധിക്കുന്നതായിരിക്കും. ഒരു സോൺ ഉണ്ടായിരിക്കും, ആ സോൺ എന്തായിരിക്കും, സാച്ചുറേറ്റഡ് ആയിരിക്കും. കാരണം അതിൽ എന്തുണ്ടാവില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവില്ല ആ ഒരു സോണിൽ. കാരണം എന്താണ്, ഇത് എന്തിനു വേണ്ടിയിട്ട്, ഒബ്ജക്റ്റിൻ്റെ എഡ്ജസസ് മാത്രം കാണാൻ വേണ്ടിയിട്ടും ചെറിയൊരു അളവ് അബ്സോർബ് ചെയ്തത് മാത്രമാണ് എന്ത് കാണിക്കുള്ളൂ, ഈ ഡൈനാമിക്സ് വെച്ചുള്ള ഈ സോണ് കാണിക്കുള്ളൂ. ചില സമയത്ത് അതായത് വീക്ക് കോൺട്രാസ്റ്റ് ഉള്ള ഒബ്ജക്റ്റിൻ്റെ വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാൽ നല്ല തിക്നെസ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ ഡൈനാമിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് മെഷറബിൾ സിഗ്നലാണ്. നമ്മളൊരു അവിടെ ഒരു നോയ്സ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഇല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന നോയ്സിൻ്റെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അവിടെ മിനിമം നോയ്സാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി 100:1, അതായത് 100:1 റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ലീനിയർ പാർട്ട് ഓഫ് ദ ക്ലാസിക് ഫിലിം ആയിരിക്കും. അപ്പോൾ അവിടെ ചെറിയൊരളവ് മാത്രമാണ് എന്തുള്ളൂ, കാണുന്നുണ്ടാവുള്ളൂ, വിസിബിൾ ആവുള്ളൂ. ഇനി 12 ബിറ്റുകളൊക്കെ ആണെങ്കിൽ 4096, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ലെവലിൻ്റെയൊക്കെ അതുവരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ലോക്കൽ സാച്ചുറേഷൻ എന്തിൻ്റെ ആവശ്യമില്ല, ഇമേജസിൻ്റെ എല്ലാ യൂസ്ഫുൾ പാർട്സും നമുക്ക് വേണമെന്ന് ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിറ്റക്ഷൻ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്നത്. മുന്നത്തെ പാരഗ്രാഫിലൊക്കെ പറഞ്ഞുള്ളത് സ്പേഷ്യൽ റെസൊല്യൂഷനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുകളാണ് അല്ലേ. കോൺട്രാസ്റ്റ് റെസൊല്യൂഷനെയും സ്പേഷ്യൽ റെസൊല്യൂഷനെയും അതുപോലെ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന നോയ്സ്, ഇതിനൊക്കെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നില്ല, ഡിറ്റക്ടറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഡിറ്റക്ടറിൻ്റെ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് DQE എന്ന് പറയുന്നത്, ഡിറ്റക്ഷൻ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഒരു DQE എന്ന് പറയുന്നത് നമ്മുടെ എത്ര അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കോഎഫിഷ്യൻറ്റിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വാല്യൂവിന് ഈക്വലൻ്റ് ആയിരിക്കും. ഒരു നോയ്സ് ഇല്ലാത്തൊരു ഡിറ്റക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലപോലെ അബ്സോർബ് ചെയ്യുന്ന എക്സ്റേസ് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡിറ്റക്ടർ ആണെങ്കിൽ ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു നല്ലൊരു റിയൽ ഡിറ്റക്ടർ ആണെങ്കിൽ അത് നല്ലപോലെ വാല്യൂ കുറവായിരിക്കും. അതിനർത്ഥം എന്താണ്, നോയ്സിൻ്റെ, അതായത് ഡിറ്റക്ടറിൻ്റെ നോയ്സ് വളരെ കൂടുതലും ഫോട്ടോണിക് നോയ്സിനേക്കാൾ എന്നുള്ളതാണ് ഒരു കണ്ടുപിടുത്തം വരുന്നത്. നമുക്ക് നമ്പറായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഇത് ഡോസിനെയും സ്പേഷ്യൽ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എഫിഷ്യൻസി വാല്യൂ ആണ് എന്ത്, ഡിറ്റക്ഷൻ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ഫെർലർ അതുപോലെ കെയ്ൻ ഇതിൽ വരുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മുടെ ആ കെർവിനെ പറയുന്ന നേമാണ് ഫെർലർ കെയ്ൻ ജിൽട്ടസ് ഏജൻബിറ്റ്സ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് OBJECT ആണ്. അതൊരു ലാംഗ്വേജ് മാറിയിട്ടുള്ളതിൻ്റെയാണ്. അത് നമ്മൾ മെയിനായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് എന്താണ്, മെയിനായിട്ട് ഡിറ്റക്ടർ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി DQE എന്ന് പറയുന്നത് ആക്ച്വൽ യൂസ്, എക്സ്റേസിൻ്റെ യൂസ് ഡിറ്റക്ടറിൻ്റെ ഡിപ്പെൻഡൻസ് ആണ്. ഡോസിനെയും സ്പേഷ്യൽ ഫ്രീക്വൻസിനെയാണ് ഡിറ്റക്ടർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രൈറ്റീരിയ, മെഡിക്കൽ ഇമേജിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്ന സമയത്ത്
പേഷ്യൻറ്റിന് നമ്മൾ ഡോസ് കൊടുക്കുമ്പോൾ അത്രയും വീക്കസ്റ്റ് ആയിട്ട് അത്രയും കുറഞ്ഞ ഡോസ് വേണം കൊടുക്കാനായിട്ട്. ഡോസ് ഒരു ക്രിട്ടിക്കൽ പാരാമീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ DQE എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് സ്പേഷ്യൽ റെസൊല്യൂഷൻ പ്രോപ്പറായിട്ട് തരില്ല എന്നാണ് പറയണത്. ഇതിൽ കാണിക്കുന്നത് ക്വാണ്ടം ഡിറ്റക്ഷൻ എഫിഷ്യൻസി ഓഫ് പല സെൻസേഴ്സിനെ, ഡിഫറെൻറ്റ് സെൻസേഴ്സിനെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കി വയ്ക്കാം. ഇതിൽ അതായത് സ്പേഷ്യൽ ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അബ്സോർപ്ഷന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും DQ ആയിട്ട്. ഇനി ഹയസ്റ്റ് ഫ്രീക്വൻസീസ് ആണെങ്കിൽ MTFൻ്റെ ലോസ് ഉണ്ടാവും. അതുപോലെ നോയ്സ് എന്തുണ്ടായിരിക്കും, DQEനെ കുറയ്ക്കും, അളവ് കുറയ്ക്കും. ഇനി ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസീസ് ആണെങ്കിലും ഡിറ്റക്ടറിൻ്റെ നോയ്സ് എന്താണ്, ഡീമിന്യൂഷൻ, അതായത് മൈന്യൂട്ടായിട്ടുള്ള വേവ്സ് അല്ലെങ്കിൽ റേസിനെ അബ്സോർബ് ചെയ്യാനായിട്ടാണ് DQE സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.